congratulate the women of Kerala because of their wonderful response to the call of social reform organizations, left organizations, mass organizations. The people of Kerala, they have responded to this call in a most magnificent manner, and today the women of Kerala are going to make history. They're going to make history because they're giving a strong message. Stop trying to push us back into the dark ages where Kerala was called a madhouse. AICC ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് സുപ്രീം കോടതി വിധി. രാഹുൽ ഗാന്ധി ഈ കോടതി വിധി നടപ്പാക്കണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അതിന് വ്യത്യസ്തമായൊരു നിലപാട് എന്താണ് കേരളത്തിലെ KPCC എടുക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നില്ല. അവർ ധരിച്ചത് ഈ നാമജപമായിട്ട് കുറച്ച് സ്ത്രീകൾ റോഡിലിറങ്ങിയത് കണ്ടപ്പോൾ സ്ത്രീകൾ മുഴുവൻ ഇതിൻ്റെ കൂടിയാണെന്ന് ധരിച്ചു. ഒരു സംഘടനയെ തൃപ്തിപ്പെടുത്തുക എന്തായിരുന്നു ചെന്നിത്തലയുടെ ഉദ്ദേശം. ആ സംഘടനയുടെ നിർദ്ദേശത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രശ്നം. അദ്ദേഹം കേരളത്തെ മൊത്തം കാണാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവായിട്ട് മാറാൻ ശ്രമിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ നേതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു സമുദായ സംഘടന പറയുന്നതിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളല്ല കോൺഗ്രസിൻ്റെ നേതൃത്വം. അത് കോൺഗ്രസിൻ്റെ വരികൾ ഏറ്റവും വലിയ തെറ്റാണ്. അതിൽ നിന്ന് അവർ പാഠം പഠിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ഇതൊന്നും ഒരിക്കലും കേരളം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ചില സമുദായ സംഘടനകൾ നിർദ്ദേശിക്കുന്ന ഫത്വക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല രാഷ്ട്രീയ നേതാക്കന്മാർ. അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസിനോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ ഒരിക്കലും സഹായകരമാവുകയില്ല. അത്തരം വരുതിയിലൊന്നും നിർത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒരിക്കലും കിട്ടാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഇത് നാളെ അവർ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല കോൺഗ്രസ് കമ്മിറ്റിയിലും ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്ന സ്ഥിതി ഉണ്ടായി. പല സ്ഥലത്തും പ്രമേയങ്ങൾ പാസ്സാക്കുന്ന സ്ഥിതി ഉണ്ടായി കോൺഗ്രസ് നിലപാടിനെതിരായിട്ട്. അത് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടിൻ്റെ തെറ്റാണ്. AICC നിലപാട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നടപ്പാക്കാത്തത്?